ഹണി വേഗം പോയത് പിടിക്ക്. അടിച്ചു പൊളിച്ചു തിമിർത്തു. അവന് കിട്ടേണ്ട പണി കിട്ടിക്കഴിഞ്ഞു. എടാ ഇതെന്താ മാപ്പ് പോലെ ഉണ്ടല്ലോ? നിധിയുടെ വല്ല മാപ്പും ആയിരിക്കും. അപ്പോഴെനിക്ക് വലിയൊരു നിധി കിട്ടാൻ പോവുകയാണ്. അതൊന്നും ആയിരിക്കില്ല, ഇത് വേറെ ഏതിനെങ്കിലും കുറിച്ചാവും. എടാ പഴയ കാലത്തുള്ള മാപ്പാണിത്. അതുകൊണ്ട് തന്നെ ഇത് നിധിയെ കുറിച്ചുള്ളത് തന്നെ ആയിരിക്കും. എന്തൊക്കെയാണെങ്കിലും ശരി, നമുക്ക് എന്താണെന്ന് നോക്കിക്കളയാം. ഒരുപക്ഷെ ഇതിനകത്തുള്ളത് നിധിയാണെങ്കിലോ? വേഗം വാ, നമുക്ക് തയ്യാറെടുപ്പുകൾ തുടങ്ങാം. എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞു. ഇനി നമുക്ക് ഉടനെ പുറപ്പെടാം. ഹണി ഒന്ന് നോക്കിപ്പോ. പുറകോട്ട് എങ്ങനെ നോക്കുക? എന്റെ കണ്ണ് പുറകിലല്ല ഉള്ളത്. ഉണ്ടെങ്കിൽ തന്നെ ഹെൽമെറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് കാണാനും പറ്റില്ല. ഈ കഴുതിയോട് സംസാരിച്ച് വെറുതെ സമയം കളയണ്ട. വരൂ വേഗം പോകാം. രാത്രിയായി കഴിഞ്ഞാ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മാഡം വരുന്നതിന് മുൻപ് നമ്മൾ തിരിച്ചെത്തുകയും വേണം. ഇപ്പൊ തന്നെ നമുക്ക് സമയമില്ല. അപ്പോഴാണ് നീ പാല് കുടിക്കുന്നത്. ഇവന്റെ പണി ഞാൻ തീർക്കും. വെറുതെ ഇവിടെ കിടന്ന് വഴക്കിടണ്ട, വാ പോകാം. ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രകാരം ഇതുവഴിയാണ് പോകേണ്ടത്. പക്ഷെ പോകാനുള്ള വഴി എവിടെ? ദാ നോക്ക്, മാപ്പില് വഴി കാണിച്ചിട്ടുണ്ട്. എടാ അത് മാപ്പിലേ ഉള്ളൂ, പക്ഷെ ഇവിടെ എവിടെ വഴിയുള്ളത്? ഇതാ നോക്ക്, ചുമര് മാത്രമേ ഉള്ളൂ. നോക്കാം, ഇവിടെ എന്തായാലും ആ വഴി തീർച്ചയായിട്ടും ഉണ്ടാവും. ഇവിടെ ഇപ്പൊ പോവാൻ ഒരുപാട് വഴികളുണ്ടല്ലോ. നമ്മൾ നിധി തേടി ഏത് വഴിയിലൂടെയാ പോകണ്ടേ? എടാ മാപ്പ് ഉണ്ടല്ലോ, അതിൽ രേഖപ്പെടുത്തിയിരിക്കും. മാപ്പിൽ രേഖപ്പെടുത്തിയിരിക്കും, പക്ഷെ യഥാർത്ഥ വഴി എങ്ങനെ കണ്ടുപിടിക്കും? മാപ്പിൽ നോക്കടാ, അതിനകത്ത് പോകേണ്ട വഴിയുണ്ടാകും. സംശയമുണ്ടോ? ഇതിൽ മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയും തന്നെ കൊടുത്തിട്ടില്ല. എന്തായാലും തുരങ്കം കാണിക്കുന്നുണ്ടല്ലോ,
അതൊക്കെ ശരി തന്നെ. പക്ഷെ ഏത് തുരങ്കത്തിലൂടെയാ പോകേണ്ടത്? അത് ഞാൻ പറഞ്ഞുതരാം. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു. നമുക്ക് ഈ തുരങ്കത്തിലൂടെ പോവാം. ഓക്കേ. എടാ അങ്ങോട്ട് നോക്ക്. നമ്മളിവിടെയുള്ള എല്ലാ തുരങ്കത്തിലൂടെയും പോയി കഴിഞ്ഞു. പക്ഷെ അതിലൂടെ മാത്രമാ പോകാത്തത്. എങ്കിൽ ഇത് തന്നെയായിരിക്കും യഥാർത്ഥ വഴി. ഈ ഹെൽമെറ്റിന്റെ ലൈറ്റ് എന്തുകൊണ്ടാ ഓണാകാത്തത്? എന്റെ ലൈറ്റും ഓണാകുന്നില്ല. ഒരിക്കലും ഓണാവില്ല. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇത് ടോർച്ച് ആണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് കത്താത്തത്? അത് കടക്കാരൻ എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു, ഇതിന്റെ ലൈറ്റ് കത്തില്ല എന്ന്. എടാ കഴുതേ, എന്നാ നീ അത് ചെക്ക് ചെയ്യാൻ പാടില്ലായിരുന്നോ? എടാ നീയല്ലേ എന്നോട് പറഞ്ഞത് തലയിലിടാൻ ഹെൽമെറ്റ് വേണം, അതിന്റെ കൂടെ ഒരു ടോർച്ചും. ഞാൻ മേടിച്ചു. കത്തുന്ന ടോർച്ച് വേണമെന്ന് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. അയ്യോ എന്റെ ദൈവമേ, ഈ കഴുതയ്ക്ക് ഒരു കടുകിന്റെ അളവിനെങ്കിലും ബുദ്ധി കൊടുത്തുകൂടായിരുന്നോ? സംശയമുണ്ടോ? ഒരു സംശയവും ഇല്ല. പക്ഷെ പേടിക്കേണ്ട ആവശ്യവുമില്ല. എന്റെ കൈവശം ടോർച്ചുണ്ട്. ഈ ടോർച്ച് എന്തുകൊണ്ടാ കത്താത്തത്? അതും കത്തില്ല. എന്തുകൊണ്ടാ കത്താത്ത? കാരണം ഇതിനകത്തുള്ള ബാറ്ററി എടുത്ത് എന്റെ ഇഷ്ടപ്പെട്ട റിമോട്ട് കാറിനകത്തേക്ക് ഞാൻ ആ ബാറ്ററി ഇട്ടു. നമുക്ക് എന്തായാലും തിരിച്ചു പോകാം. ഇത്രയും ഇരുട്ടിലൂടെ മുന്നോട്ട് പോകുക നമുക്ക് വളരെ പ്രയാസമാണ്. എന്റെ അടുത്തൊരു സാധനമുണ്ട്, അത് വെച്ച് നമുക്ക് എല്ലാം തന്നെ കാണാൻ പറ്റും. എങ്ങനെ? നിന്റെ കയ്യിൽ എന്താ മാന്ത്രിക സാധനമാണോ ഉള്ളത്? അല്ല, എന്റെ കയ്യിലേ 2 ബാറ്ററി ഉണ്ടല്ലോ. ഞങ്ങൾ എത്ര വേവലാതി പറ്റെന്ന് അറിയോ നിനക്ക്? നീ എന്താ നേരത്തെ പറയാഞ്ഞത്? നീ എന്നോട് ചോദിച്ചതില്ലല്ലോ. എന്റെ പൊന്ന് ഹണി, അത് ടോർച്ചിനകത്തിട്. നമുക്ക് ഉടൻ തന്നെ മുന്നോട്ട് പോകാം. ടോർച്ച് കത്തിക്കഴിഞ്ഞു. ഇനി ഒരു ടെൻഷനും ഇല്ല. എന്താ ഇത്? ഒന്നും കാണുന്നില്ലല്ലോ. രക്ഷപ്പെട്ടു. നമുക്ക് മുന്നോട്ട് പോകാം. എനിക്ക് തോന്നുന്നത് ഈ പാറയുടെ അപ്പുറത്ത് വഴിയുണ്ടെന്നാണ്. ഞാൻ എന്തായാലും ഇതൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ. ഇത് പൊട്ടുന്നുണ്ട്. ഇതിന് പുറകിൽ വഴിയുണ്ടാകും. മതിയാക്ക്, ആ പാറയ്ക്ക് വേദനിക്കുന്നുണ്ട്. നോക്ക്, അത് കരയുന്നു. കഴുതേ, അത് കണ്ണീരല്ല, വെള്ളമാണ്. അപ്പുറത്തേക്ക് പോകാൻ വഴിയുണ്ടായിരുന്ന ഭാഗ്യം. നമുക്ക് പോകാൻ വഴി കിട്ടി. സംശയമുണ്ടോ? കഴുതേ, നമ്മൾ വഴി കണ്ടു കഴിഞ്ഞല്ലോ, പിന്നെ എന്തിനാ സംശയിക്കുന്നേ? ഏണിപ്പടി. ആ കണ്ടോ, മാപ്പിലും ഏണിപ്പടി കൊടുത്തിട്ടുണ്ട്. ശരിയാ, നമ്മൾ ശരിക്കുള്ള വഴിയിലൂടെ പോകുന്നേ. വേഗം വാ. തുറക്കുന്നില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഓ, ഓ. അങ്ങനെ അത് തുറക്കില്ല. നന്നായിട്ട് ഇടിച്ചു തുറക്കണം. ഓയ്. ഓ, ഓ, ഓയ്. ഓ. കിട്ടിപ്പോയി നിധി, നമ്മൾ കോടീശ്വരന്മാരായി. ഹൈ. ഇത്രയധികം സ്വർണം ഇവിടെ ആരായിരിക്കും വെച്ചിരിക്കുക? ഇത് ഏതെങ്കിലും മഹാരാജാവിന്റെ ഖജനാവായിരിക്കും. ഇത് ഞങ്ങളുടേതാണ്. ഇത് മുഴുവൻ ഞങ്ങളുടേതാ. ഇത് നിധിയൊന്നുമല്ല. ഇത് കൊള്ളയടിച്ച് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. ഇത് നിധിശേഖരമൊന്നും അല്ല, ഇവര് മോഷ്ടിച്ചോണ്ടെന്ന് വെച്ചിരിക്കുക. എന്തായാലും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളാരും ഇവിടെ നിന്നും ഒരിക്കലും പുറത്തേക്ക് പോകില്ല. ആ പൊപ്പട്ടിനെ കണ്ടോ? നമ്മളെ തനിച്ചാക്കിയിട്ട് അവൻ ഓടി. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. ഓടിക്കോ. എവിടേക്കും ഓടാൻ കഴിയില്ല. മെയിൻ ഗേറ്റ് അടച്ചിരിക്കുക. ഇനി നിങ്ങൾ ആരെ കൊണ്ടും ഇവിടെ നിന്നും രക്ഷപ്പെടുത്തുവാൻ കഴിയില്ല.
ഇല്ല, എന്നെ രക്ഷിക്കടാ. ഏ? ഇനി ഞങ്ങളിൽ നിന്നും നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടാം? ആരും ഇറങ്ങി പോകരുത്, അല്ലെങ്കിൽ എനിക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരും. പോലീസ് ഇവിടെ എങ്ങനെ? അതെ, പോലീസുകാരെ കൊണ്ടുവന്നത് ഞാനാണ്. സംശയമുണ്ടോ? വേഗം ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യൂ. കലക്കി, നിങ്ങൾ എന്തായാലും ചെയ്തതൊരു നല്ല കാര്യം തന്നെയാ. ഇതിനായി നിങ്ങൾക്ക് സമ്മാനം കിട്ടും. ഞങ്ങൾക്ക് സമ്മാനത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഈ കാണുന്ന നിധി തന്നെ ധാരാളമാ. സമ്മാനം വേണമെങ്കിൽ സാറ് വാങ്ങിച്ചോ. ഈഷ്, ഇത് സർക്കാരിന്റെ ഖജനാവിലേക്കുള്ളതാണ്. ബണ്ണി, നീ അവനെ മനസ്സിലാക്കി കൊടുക്ക്. അവനെ വിട്ടേക്കണം സാർ. അങ്ങേക്ക് തന്നെ അറിയാലോ, ഇവനോട് പറയുന്നതിനേക്കാളും കടപ്പുറത്ത് പോയി നമുക്ക് തിരമാലകൾ എണ്ണാം. ഇൻസ്പെക്ടർ പാണ്ട, ഒരു ബിസ്ക്കറ്റ് തരുവോ? പിന്നെ എന്താ, തീർച്ചയായും. ഉം.